അല്ലെങ്കിൽ നമ്മുടെ ലോകരാജ്യത്തിന്റെ പ്രയോറിറ്റിയിൽ നമ്മൾ ആർത്തുല്ലാസിച്ച് ജീവിക്കും. ആർത്തുല്ലാസം അധിക സമയം നീണ്ടു നിൽക്കില്ല. ഫോർ ദ ടൈം ബീങ്, കുറച്ചു കാലം. ടെമ്പററി ലീവ്. ഇത് നിങ്ങളുടെ മക്കളെ നിങ്ങളൊന്ന് പഠിപ്പിക്കണം. ഇന്ന് അവന്റെ പ്രയോറിറ്റി സോഷ്യൽ മീഡിയ ആണ്, മൊബൈലാണ്, ഗെയിംസ് ആണ്, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും. സ്വാർത്ഥന്മാരായിട്ടാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. അത് കുട്ടികളുടെ കുഴപ്പം കൊണ്ടാണോ മാതാപിതാക്കളുടെ കുഴപ്പം കൊണ്ടാണോ? വേഗം മതി. കാരണം എന്താ? പണ്ട് നമ്മുടെ വീട്ടില് ഹെഡ് ഓറിയന്റഡ് ആയിരുന്നു. മീൻസ് നമ്മുടെ വീട്ടിലെ കുടുംബനാഥൻ ആരാണോ ആ കുടുംബനാഥനെ ഓറിയന്റ് ചെയ്താണ് ജീവിതം പോയിരുന്നത്. അതുകൊണ്ട് പ്രയോറിറ്റി മുഴുവൻ അപ്പന മക്കൾക്കില്ല. അപ്പാപ്പന് ഇഷ്ടമുള്ള കാര്യം എന്താണോ അതോ വീട്ടിൽ വെക്കുള്ളൂ. കൂട്ടുകുടുംബമായിരുന്നു. കാരണം അപ്പാപ്പനാണ് കാശുകാരൻ, മക്കൾക്കല്ല. പക്ഷെ ഇന്ന് നമ്മുടെ ഫോക്കസ് കുട്ടി ഓറിയന്റഡ് ആണ്. ആണോ അല്ലയോ? കൊച്ചിന് എന്താണ് ഇഷ്ടം? കൊച്ചിന്റെ ഇഷ്ടമാണ് പ്രധാനം. ഈ കൊച്ചിന്റെ ഇഷ്ടത്തിന് പ്രയോറിറ്റി കൊടുക്കുക. അതുകൊണ്ട് അപ്പാപ്പന്റെ ഇഷ്ടത്തിന് പ്രയോറിറ്റി കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞില്ല കേട്ടോ. കൊച്ചിന്റെ ഇഷ്ടത്തിന് പ്രയോറിറ്റി കൊടുത്ത് നമ്മൾ ജീവിക്കുമ്പോ കൊച്ചിന്റെ വിചാരം ഇതൊക്കെ എൻ്റെ അവകാശമാണ്, അപ്പനമ്മയും നൽകേണ്ടതാണ്, അവർ നൽകിയേ പറ്റൂ. അങ്ങനെ അവൻ ഒരു സ്വാർത്ഥതയുടെ മൂർത്തിമത് ഭാവമായിട്ട് ഇന്ന് കുഞ്ഞുങ്ങൾ മാറുകയാണ്. ആ കാലം ഇപ്പൊ കഴിഞ്ഞു. ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് മാതാപിതാക്കൾ സ്വാർത്ഥതയുടെ രൂപങ്ങളായിട്ട് മാറുന്നു. കുഞ്ഞുങ്ങളെ ബലിയാടുകളാക്കുന്ന കഥകളാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഇന്നത്തെ പത്രം എടുത്തപ്പോ ആദ്യം കണ്ടത് എന്താ? അമ്മൂമ്മയുടെ കാമുകൻ കമോൺ കുഞ്ഞിനെ അടിച്ചു ഉപദ്രവിച്ച് ലഹരി കഴിക്കാൻ നിർബന്ധിക്കും. 8ാം ക്ലാസ്സിലായ കുഞ്ഞിനെ അമ്മൂമ്മയുടെ കാമുകൻ, അമ്മൂമ്മ പറയാനുള്ളത് കാമുകൻ എന്ന് പറയുന്നത് കൊച്ചുപോയി. ഇന്നത്തെ കാലഘട്ടത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് സാമൂഹ്യ തിന്മകൾ നമ്മുടെ നാട്ടില് അരങ്ങേറുന്നുണ്ടെന്ന് നമുക്കറിയാം. ഇവിടെയൊക്കെ യഥാർത്ഥത്തിൽ ഒരു കൂദാശ ജീവിതം നയിക്കാൻ ഞാനും നിങ്ങളും ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മരിച്ച് നമ്മൾ സ്നേഹിക്കേണ്ടതുണ്ട്. നമ്മളെ ആരും കൈയടിക്കാനോ പുന്നാരിക്കാനോ നല്ലത് പറയാനൊന്നും ആരും ഉണ്ടായിരുന്നു വരില്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ യാത്രയുടെ ഉദ്ദേശം എന്തെന്ന് നമ്മൾ തന്നെ ചിന്തിക്കണം.